അതേട്ടാ, നമസ്കാരം. തൊഴിലിടത്തെ ചൂഷണം മൂലം ജീവൻ ഒടുക്കേണ്ടി വന്ന ജോളി മധു 56 വയസ്സായിരുന്നു. അവരെക്കുറിച്ചാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കയർ ബോർഡിലെ സെഷൻ ഓഫീസറായിരുന്നു ജോളി. നിരന്തരമായിട്ടുള്ള ഈ തൊഴിൽ ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവനക്കാരുടെ ഭാഗത്തു നിന്ന്, വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അഴിമതിക്കെതിരെ ഇവർ നിരന്തരമായിട്ട് പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായതെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ? നന്ദേട്ടൻ്റെ കയ്യിൽ കുറേയധികം വിവരങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് കോയർ ബോർഡ് അതിനകത്തൊരു വലിയൊരു കോക്കസാണ്. ഈ കോക്കസിന് ലക്ഷ്യം അവരുടെ ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഞാനതിൽ എനിക്കായിട്ട് പേരെടുത്ത് പറയാൻ പോലും അതിന് മടിയൊന്നുമില്ല. പ്രധാനമായിട്ട് ഇന്നത്തെ നിലവിലെ ചെയർമാൻ വിപുൽ ഗോയൽ, അദ്ദേഹം കോക്കസിൽ പെടുന്ന അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ സോണൽ ഡയറക്ടറായിട്ട് അവിടെ സെക്രട്ടറിയുടെ ചാർജ് ഉണ്ടായിരുന്ന ജിതേന്ദ്ര കുമാർ ശുക്ല, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റർ ചാർജുള്ള CU എബ്രഹാം, നാലാമത്തത് അരുൺ ജ്ഞാനശീലൻ. ഈ തുടങ്ങുന്ന 3-4 പേരടങ്ങുന്ന കോക്കസാണ്. ഈ കോക്കസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സ്ത്രീയുടെ പേരിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, ഇവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അതെ, ഒരു 4 കൊല്ലത്തിന് മുമ്പായിട്ട് ക്യാൻസർ വളരെ വലിയ പ്രശ്നം ഉണ്ടായതാണ്. ആ സമയത്ത് ഇവർ സഹായിച്ചത് ആ കാലത്തുണ്ടായിരുന്ന കോയർ ബോർഡ് ചെയർമാൻ അടക്കമുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ മറ്റേ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവർ സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒന്ന് കോയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. അപ്പോൾ ആ കാലത്തുള്ള ആളുകൾ സഹായിച്ചിട്ടുള്ള ഈ പറയുന്ന ഇവരെ ഇന്നിപ്പോൾ പുതിയ ആളുകളെ സംബന്ധിച്ച് ഇവരുടെ ചില താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രശ്നം എന്താ, ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്ക് അദ്ദേഹത്തിന് ചില കത്തുകൾ വേണം. ഈ കത്തുകൾ ഇവർ തയ്യാറാക്കി കൊടുക്കണം, ജോലി തയ്യാറാക്കി കൊടുക്കണം. ആ കത്തിൻ്റെ താഴത്ത് ഒപ്പിടേണ്ട ജോലിയാണ്. കാരണം സെക്രട്ടറി നിലവിലില്ല ഇവിടെ. അപ്പോൾ സെക്രട്ടറിയുടെ ചാർജ് നിലവിൽ ജോലിക്കാണ് ചാർജ്. അപ്പോൾ ജിതേന്ദ്രകുമാർ ശുക്ല പറഞ്ഞു, ഈ കത്ത് എനിക്ക് വേണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ കത്ത് തരാം, പക്ഷേ താഴത്ത് സൈൻ ചെയ്ത സമയത്ത് സെക്രട്ടറി ഇൻ ചാർജ് എന്ന് പറഞ്ഞ് വയ്ക്കും. അത് ഇദ്ദേഹത്തിന് പോരാ. കാരണം ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് അയക്കേണ്ട കത്തുകളാണ്. ആ കത്ത് അയക്കണമെന്നുണ്ടെങ്കിൽ സെക്രട്ടറി തന്നെ നേരിട്ട് സൈൻ ചെയ്യണം. ഇവിടെ നിലവിൽ സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ചാർജിലുണ്ടായിരുന്ന ആൾ കുമാര രാജീവ് മറ്റാണ്. അദ്ദേഹം ഇപ്പോൾ തഞ്ചാവൂരാണ് ഇപ്പോൾ ഉള്ളത്. ഒരു അന്വേഷണം നേരിട്ടുണ്ട്, അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു കോക്കസാണ് എറണാകുളത്തെ സംബന്ധിച്ചുള്ളത്. അതായത് കോയർ ബോർഡിൻ്റെ ഹെഡ് ഓഫീസ് കോക്കസിൻ്റെ കീഴിൽ പെട്ടിരിക്കുകയാണ്. അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഡൽഹിയിലിരിക്കുന്ന ശുക്ലയാണ്. ആ ശുക്ലയെ കൂടാതെ കണ്ട് ഇപ്പോൾ നിലവിൽ ചെയർമാൻ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ മാറി. ആ ചെയർമാൻ എൻ്റെ ടേം കഴിഞ്ഞു. പഴയ ചെയർമാനായിരുന്ന ആൾ, അതിനുമുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ ആയിട്ടുള്ള ആൾ പഴയ ചെയർമാനായിരുന്നു. ഈ പറയുന്ന ചെയർമാൻമാർക്ക് ശേഷം ഒരു സ്ഥിരം ചെയർമാൻ ഇവിടെ നിലവിലില്ല. ഈ ചെയർമാൻ്റെ സ്ഥാനം വഹിക്കുന്ന ഇന്നിപ്പോൾ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വിപിൻ ഗോയലാണ് സ്ഥാനം വഹിക്കുന്നത്. വിപിൻ ഗോയലിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ അറിയില്ല. എന്താണ് കോയർ ബോർഡിൽ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ശുക്ലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണ് വിപുൽ ഗോയൽ. ഈ പ്രവർത്തനം നടന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഒപ്പിടില്ല എന്ന് പറഞ്ഞതിൻ്റെ അവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലുള്ള ആന്ധ്രാപ്രദേശിലെ റിമോട്ട് ഏരിയയിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടെ നിന്നാണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം 5 വർഷത്തിനിടയ്ക്ക് റിട്ടയർമെൻറ്റിന് 5 വർഷമുള്ളൂ എങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇവർ ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവരുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നതാണ്. അത്രയും ഒരു വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ താൻ പ്രവർത്തിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് റിമോട്ടായിട്ടുള്ള സ്ഥലത്ത്, അവർക്ക് ഭാഷ പോലും അറിയില്ല, അവർക്ക് തെലുങ്ക് അറിയില്ല, ഇനി തെലുങ്ക് ഭാഷ പഠിക്കാൻ സാധ്യമല്ല, ആ തരം സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ശിക്ഷിക്കുവാനുള്ള പരിശ്രമമാണ് ശുക്ലയും ഗോയലും ചേർന്നിട്ടുള്ള എടുത്തിട്ടുള്ളത്. അതിന് ചൂട്ടുപിടിച്ചിട്ടുള്ള ചില ആളുകൾ കേരളത്തിൽ ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന CU എബ്രഹാം, അരുൺ ജ്ഞാനശീലൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ചൂട്ടുപിടിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഏതാണെങ്കിൽ ഇതൊരു ഭൂഷണമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അവരുടെ അവസ്ഥ, അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു, അവരോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ ചെയർമാൻ നിങ്ങളുടെ മാപ്പ് അപേക്ഷ എഴുതി കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷ എഴുതി കൊടുക്കുക? ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒപ്പിടാതിരുന്നത് തെറ്റാണ്, അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മാപ്പ് കൊടുക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ തെറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. സെക്രട്ടറി എന്ന് പറഞ്ഞ പേരിൽ ഒപ്പിടണം എന്ന് പറയുന്ന ഈ പറയുന്ന ജിതേന്ദ്രകുമാറിൻ്റെ വളരെ രസകരമായ സംഭവമുണ്ട്. TN റിട്ടയർ ചെയ്ത് 2 കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട്. ഇവിടെ സെക്രട്ടറിയുടെ ചാർജിൽ അയാൾ ചാർജ് എടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്
ഒരു ഷോറൂമിൻ്റെ മാനേജറായിട്ടാണ് പണി തുടങ്ങിയത്. ഷോറൂമിൻ്റെ മാനേജറായിട്ട് പണി തുടങ്ങിയിട്ടുള്ള ആൾ അങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് പലരെയും കാല് പിടിച്ച്, പഴയ കോൺഗ്രസ്സുകാരനാണ്, പഴയ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ആ യൂത്ത് കോൺഗ്രസിന് സകല കളി ഇവിടെ വന്നിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ച് അയാളിവിടെ സെക്രട്ടറിയുടെ ചാർജിൽ അയാൾ വന്നു. ആ സെക്രട്ടറിയുടെ ചാർജ് കഴിഞ്ഞപ്പോൾ അയാൾ റിട്ടയർ ചെയ്തു. ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അന്ന് അയാൾ പെർമനൻറ്റ് സ്റ്റാഫ് അല്ല, പെർമനൻറ്റ് സെക്രട്ടറി അല്ല, അത് മറ്റേ കുമാര രാജ എന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമാണ് ഫുൾ ടൈം ആയിട്ടുള്ള സെക്രട്ടറി. ആ സ്ഥലത്തേക്ക് ചാർജിൽ വന്നിരിക്കുന്ന ജിതേന്ദ്രകുമാർ ശുക്ല എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് തിരിച്ച് ഡൽഹി കേന്ദ്ര ഓഫീസിലേക്ക് പോകുന്നു. അവിടെ 2 കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് താൽക്കാലികമായിട്ട് ചില പോസ്റ്റുകൾ കിട്ടുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസം 31-ാം തീയതി മാറി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമം എങ്ങനെയെങ്കിലും കോയർ ബോർഡിൻ്റെ അഡ്വൈസറായിട്ട് അദ്ദേഹത്തിന് കടന്നു പറ്റണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കത്താണ് തയ്യാറാക്കാൻ ശ്രമിച്ചത്. ഈ അഴിമതിക്കെതിരെ ഇവർ ഈ സ്ത്രീ പോരാടി എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ആ കാര്യങ്ങളും കൂടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം ഈ ജിതേന്ദ്രകുമാർ ശുക്ല ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുത്തത് എക്സിബിഷനുകളിലാണ്. എന്നുവെച്ചാൽ കോയർ ബോർഡ് ധാരാളം സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെയൊക്കെ എക്സിബിഷനിൽ പങ്കെടുക്കും. അവിടേക്ക് ഇയാൾ പങ്കെടുക്കും, അവിടേക്ക് ഇയാൾ ബില്ല് കൊടുക്കും. 50,000 രൂപ സ്റ്റാൾ റെൻ്റ് ഉള്ളതിന് 5 ലക്ഷം രൂപയുടെ ചെലവിൻ്റെ ബില്ല് കൊടുക്കും. ഇത് ഇവർ അംഗീകരിച്ചിരുന്നില്ല. ഇവർ പറഞ്ഞു ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇതിന് തെറ്റുണ്ട്, ഇത്രയും ചിലവ് വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു കണക്കുണ്ടല്ലോ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 3-4 ആക്ഷേപങ്ങൾ ഈ തരത്തിൽ ജിതേന്ദ്രകുമാർ ഷായെ സംബന്ധിച്ചുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് അവർ തന്നെ പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ചെയർമാൻ തന്നെ പറയുന്നത് 4 കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ്. ഈ പറയുന്ന മിശ്രയെക്കുറിച്ച് ഈ 4 കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മിശ്ര ശ്രമിക്കുന്നത് ചെയർമാനാകാൻ വേണ്ടിയിട്ടാണ്. ഈ മിശ്ര ശ്രമിക്കുന്നത് ഞാൻ അഡ്വൈസറാകാൻ വേണ്ടിയിട്ടാണ്. ഈ തരത്തിൽ പ്രവർത്തനം ഭൂഷണമാണോ എന്നുള്ളതാണ്. ഈ തരത്തിലൊരു സ്ത്രീകളോട്, പ്രത്യേകിച്ച് അസുഖബാധിതയായിരിക്കുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീയോട് കാണിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. സെറിബ്രൽ ഹെമറേജ് ആണ് ഇവർക്ക് വന്നത്. ആ രോഗം ബാധിച്ച് അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ സമയത്താണ് അത് ഇതിൻ്റെ കാരണം. അവർക്ക് ഇവർ ട്രാൻസ്ഫർ കൊടുത്ത സമയത്ത് ആ ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഇവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത് ആഗസ്റ്റ് 14-ാം തീയതിയാണ് 2024. അപ്പോൾ അതിനുശേഷം അവർ സാലറി കട്ട് ചെയ്തു. 5 മാസം സാലറി കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതെടുക്കുന്നത് സെപ്റ്റംബർ 14, 2024. ഇതിൻ്റെ കോപ്പി അതാണത്. 2024 സെപ്റ്റംബർ 14 തീയതി തുടങ്ങിയിട്ട് അവർക്ക് ശമ്പളമില്ല, ശമ്പളം കൊടുക്കേണ്ട. ഇതാരെ തീരുമാനിക്കാൻ? കോയർ ബോർഡ് ഓട്ടോണമസ് ബോഡിയൊക്കെ ആയിരിക്കാം. ഓട്ടോണമസ് ബോഡിയിൽ അതിൻ്റെ ചെയർമാന് ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ? ഇല്ലയെന്ന് എനിക്കറിയാം. ഞാനും ഒരു ഓട്ടോണമസ് ബോഡിയിൽ മെമ്പറാണ്. ഈ തരത്തിലുള്ള ഏറ്റവും ഭോഷ്കായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആളാണ് ചെയർമാൻ. അതിന് കാരണം ചെയർമാൻ കൂട്ടുന്നത് ശുക്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവർ തമ്മിൽ അവിഹിത ബന്ധമാണ് പ്രശ്നം. ഇതിനകത്ത് അഴിമതിയുണ്ട്, ഇവർ കെടുകാര്യസ്ഥതയുണ്ട്, ഇവർ തമ്മിൽ കൂട്ടുകെട്ട് തൊഴിലാളികൾക്ക് വിരുദ്ധം എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് വിരുദ്ധമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വ്യവസായ രംഗത്ത് സാധ്യതയുള്ള കയറിന മേഖലയാണ്. ആ കയർ മേഖലയാണ് ഇവർ തച്ചുടച്ച് കളയണത്. അതെ, ഇത്തരം ഉദ്യോഗസ്ഥരുടെ വ്യക്തി താല്പര്യം മൂലമാണ് പലതും ഇത്തരത്തിൽ പൊളിഞ്ഞുപോയത്. നേരത്തെ ഇവിടെ രാഷ്ട്രീയക്കാരെ കുത്തിത്തിരികിയിരുന്നു. ഇപ്പോൾ വിവരമില്ലാത്ത രാഷ്ട്രീയക്കാർ വരുന്നു. അതിനുശേഷം കെടുകാര്യസ്ഥയുടെ പ്രതീകമായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവർ ഇത്തരത്തിലും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ശിക്ഷിക്കുന്നു, അവരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ലേറ്റസ്റ്റ് സംഭവമുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് കേട്ടൊരു സംഭവമാണ്. ആ സംഭവം പ്രകാരം ചെയർമാൻ്റെ പുതിയൊരു ഓർഡറാണ്. ഈ മരിച്ച ജോളി മധുവിൻ്റെ മൃതദേഹം കോയർ ബോർഡിനകത്ത് കിടത്താൻ പാടില്ല, ദർശനത്തിന് വയ്ക്കാൻ പാടില്ല. 2 ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊരു മനുഷ്യത്വമാണ് ഇയാൾക്കുള്ളത്. ഇയാൾക്ക് മൃഗമാണോ? ഈ പറയുന്ന കോയർ ബോർഡ് ചെയർമാൻ മൃഗമാണോ എന്ന് എൻ്റെ സംശയമുള്ളത്. അതിൻ്റെ സെക്രട്ടറി മനുഷ്യനാണോ എന്നുള്ള കാര്യത്തിൽ, സെക്രട്ടറി ചാർജ് ഉണ്ടായിരുന്ന ശുക്ല മനുഷ്യനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ബലമായിട്ടുള്ള സംശയമുണ്ട്. അവരുടെ മക്കൾ അവരിറക്കിയിരിക്കുന്ന പരാതിയാണ്. ചെയർമാൻ ഇന്നലെ ഒരു പ്രസ് നോട്ട് ഇറക്കിയിട്ടുണ്ട്, ഇന്നലെയാണ്. ആ പ്രസ് നോട്ടിനകത്ത് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് കൃത്രിമമാണ്. ഈ പ്രസ് നോട്ട് ഇറക്കിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല, അവർ ട്രാൻസ്ഫർ ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഇല്ല, അവർ വേറെ ഉദ്യോഗസ്ഥ സ്ഥലത്തൊന്നും പോയിട്ടില്ല, അവന് മുൻപ് ആലപ്പുഴയ്ക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ട്രാൻസ്ഫർ കൊടുത്ത് ആ ട്രാൻസ്ഫർ വേണ്ടാന്ന് തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ എന്നാണ് ട്രാൻസ്ഫർ വേണ്ടാന്ന് തീരുമാനിച്ചെന്നുള്ളവരും പറയണം. ട്രാൻസ്ഫർ ഇല്ല എന്ന് തീരുമാനിച്ചതും അവർ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ചെയർമാൻ്റെ പ്രസ് റിലീസാണത്. ഇത് പറയുന്നത് പ്രസ് റിലീസ് ഇന്നലത്തെ ഡേറ്റിൽ ഇന്ന് കാലത്തിറക്കിയ സാധനമാണ്. അവരുടെ ശമ്പളം കൊടുക്കുന്നത് വിഡ്രോ ചെയ്തത്, ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് ഇവർ ആശുപത്രിയിലായതിനു ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ്.
ഇവർ മരണത്തോട് മല്ലടിക്കുന്ന സമയത്താണ് ഇവർ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുന്നത്. ഈ പറയുന്ന ജോളി മധു അറിഞ്ഞിട്ടില്ല തൻ്റെ ശമ്പളം മടക്കി കിട്ടിയവരും, ജോളി മധു അറിഞ്ഞിട്ടില്ല തൻ്റെ ട്രാൻസ്ഫർ വേണ്ടാന്ന് വെച്ചവരും. ഇതെല്ലാം അറിയാവുന്നത് ഈ പറയുന്ന ചെയർമാനും അതേപോലെ തന്നെ മുൻ സെക്രട്ടറിക്കും മറ്റൊക്കെയാണ്. ഈ മുൻ സെക്രട്ടറി എന്ന് പറയുന്നത് ചെയർമാനോട് മാപ്പ് പറയാനൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കൊടുത്ത മറുപടിയുണ്ട്, എനിക്ക് ഭയമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ, ഈ സെക്രട്ടറിയോടും ചെയർമാനോടൊക്കെ സംസാരിക്കാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, സെക്രട്ടറിയുടെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് തൻ്റെ സ്ഥാപനത്തിൻ്റെ ചെയർമാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയമാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെയർമാനാണോ ചെകുത്താനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. അത്രയ്ക്ക് ക്രൂരമായിട്ടായിരിക്കണം അയാളുടെ നടപടികൾ ഉണ്ടാവുക. ഏതാണെങ്കിലും ആ ഒരു സഹോദരിയുടെ ജീവൻ പൊലിഞ്ഞത് അത്യന്തം വേദനാജനകമാണ്. ഇത് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് നേർക്കുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ്. ഞാൻ എൻ്റെ ഈ വിഷയത്തിൽ അഭ്യർത്ഥന പ്രകാരം ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, ചെയർമാനായിരിക്കുന്ന വിപുൽ ഗോയൽ, അതേപോലെ തന്നെ മുൻ സെക്രട്ടറി ആയിരിക്കുന്ന ജിതേന്ദ്രകുമാർ ശുക്ല, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻചാർജ് ആയിട്ടുള്ള CU എബ്രഹാം, അരുൺ ജ്ഞാനശീലൻ, ഈ 4 പേർക്കെതിരായിട്ടും നരഹത്യയ്ക്ക് കേസെടുക്കേണ്ടതാണ്. നരഹത്യയ്ക്ക് കേസെടുക്കണം. ഈ മരണത്തിൽ ഇവർ നേരിട്ടല്ലെങ്കിലും ഇവർക്ക് നേരിട്ടല്ലാതെ കണ്ട് ഇവർക്ക് പങ്കാളിത്തമുണ്ട്. ഇവർ കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ട്രാൻസ്ഫറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പീഡിപ്പിച്ചാണ് ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീയെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീയുടെ കൂടെ തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം നിൽക്കേണ്ടത്. എങ്ങനെയാണ് ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അവർ ഈ പറയുന്ന കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കോവിഡ് ബോർഡ് നിലനിൽക്കാൻ സാധ്യമാവുള്ളൂ. എന്തായാലും ഈ ഓരോ സ്ഥാപനങ്ങളുടെയും മേലുദ്യോഗസ്ഥന്മാരായി ഇരിക്കുന്നവരുടെ അഹങ്കാരവും ഈഗവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം സംഭവങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ, മുമ്പോട്ട് പോകേണ്ട സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ മൂലം, അവരുടെ വ്യക്തി താല്പര്യം മൂലം അതൊക്കെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഒരു സംശയക്കാരുന്നില്ല, ഇവർ തൊഴിലാളി വിരുദ്ധം മാത്രമല്ല, ഇവർ സ്ഥാപന വിരുദ്ധരാണ്. ഇവരുടെ ഉദ്ദേശം കോഴിക്കോട് അടച്ചുപൂട്ടിക്കലാണ്. ഇപ്പോൾ ഇവർക്ക് ഏതെങ്കിലും സ്ഥലത്തിൽ ബന്ധമുണ്ടെന്നുള്ള എനിക്ക് സംശയമുണ്ട്. അതുകൂടി അന്വേഷിക്കേണ്ട ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അവരുടെ മരണത്തിൽ നമ്മൾ അനുശോചിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടിക്കൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം.